ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങളൊന്ന് സങ്കല്പിക്കുക. നിങ്ങൾ യാതൊരു തെറ്റും ചെയ്തില്ല, എന്നാൽ നിങ്ങളുടെ ഭാര്യ അടക്കം ഈ ലോകം മുഴുവനും നിങ്ങൾക്കെതിരാണ്. ചെയ്യാത്ത ആ ഒരു തെറ്റിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് യാതൊരു തെളിവോ അല്ലെങ്കിൽ ഒരു വഴി പോലും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ടാൽ എങ്ങനെയുണ്ടാവും? ഈ കഥയിലും അതുപോലെ ഒരാളുണ്ട്, ഡോക്ടർ ജൊനാഥൻ. അദ്ദേഹം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്തിന്? സ്വന്തം ഭാര്യ വരെ. രക്ഷപ്പെടാൻ ഈ പറഞ്ഞതുപോലെ യാതൊരു വഴിയില്ല. ആ നേരത്ത് അദ്ദേഹത്തിന്റെ വളരെ നിസ്സാരമായ കുറുക്ക് വിദ്യകൾ അതുപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചതിച്ചവരോട് എങ്ങനെ പ്രതികാരം ചെയ്തു, ആ വലിയ ട്രാപ്പിൽ നിന്നും ഡോക്ടർ ജൊനാഥൻ എങ്ങനെ പുറത്തേക്ക് വന്നു, ഒരു കിടിലൻ ത്രില്ലർ മൂവിയാണ്. അപ്പൊ നേരെ ഈ കഥയിലേക്ക് പോവുകയല്ലേ. കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു അപ്പാർട്ട്മെന്റ് ആണ് കാണിക്കുന്നത്. അതിനുള്ളിലെ ഒരു ബ്ലോക്ക്. അവിടെ ഒരു റൂമിന്റെ ഉള്ളിലായിട്ട് നിലത്ത് മുഴുവനായിട്ടും രക്തം അവിടെയും ഇവിടെയായിട്ട് ചെതറി കിടക്കുന്നുണ്ട്. അതിലൂടെ ആരോ ഒരാൾ നടന്നതിന്റെ കാൽപ്പാടും കാണാനുണ്ട്. മാത്രമല്ല അവിടുത്തെ ഒരു സോഫയിലായിട്ട് ആരോ കൊണ്ടുവന്ന് വെച്ച ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയണമെങ്കിൽ ഒരു 3 മാസം പിന്നിലേക്ക് നമ്മളൊന്ന് പോകണം. ഇപ്പൊ ഈ സിനിമയുടെ കഥാനായികയായിട്ടുള്ള, അതായത് ഹീറോയിൻ ആയിട്ടുള്ള എമിലി ടൈലറിനെ കാണിക്കുകയാണ്. എമിലി ഇപ്പോൾ അവളുടെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. പിന്നീട് അവളുടെ ബോസിനോട് ഒരു കാര്യം പറയാണ്. അതായത് നാളെ അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള മാർട്ടിൻ ടൈലർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തൊക്കെയോ ഷെയർ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അതിലെന്തൊക്കെയോ ഫ്രോഡ് പരിപാടികൾ കാണിച്ച് അറസ്റ്റിലായതാണ്. എന്തായാലും നാളെ ഈ മാർട്ടിൻ പുറത്തിറങ്ങുകയാണ്. എന്തായാലും അവൻ ആ ഒരു ജയിലിൽ പോയതുകൊണ്ട് തന്നെ ഭയങ്കരമായ ഒരു ഡിപ്രഷൻ അവസ്ഥയിലായിരുന്നു നമ്മുടെ ഈ ഒരു എമിലി. അവളുടെ ആ ഒരു അവസ്ഥയൊക്കെ നന്നായിട്ട് തന്നെ അവളുടെ ബോസിന് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഒന്നും കുഴപ്പമില്ല, നാളെ എന്തായാലും അവൻ വരുമല്ലോ. അങ്ങനെ പിറ്റേ ദിവസമായി ഈ ടൈലറിന്റെ അമ്മയും അതുപോലെ തന്നെ എമിലിയും കൂടെ പിന്നീട് ടൈലറിനെ കൂട്ടാനായിട്ട് ജയിലിലേക്ക് പോവാണ്. സന്തോഷത്തോട് കൂടിയിട്ട് 3 പേരും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് ആ ഒരു ഫ്ലാറ്റിലേക്ക് വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാർട്ടിൻ ടൈലർ ഒരു കാര്യം പറയുന്നുണ്ട്. എമിലി, നമ്മളൊക്കെ പണ്ട് എങ്ങനെയാ ജീവിച്ചത്? അതായത് നല്ല കാശുള്ളവരായിരുന്നു അവര്, നല്ല ആഡംബരത്തിൽ ജീവിച്ചതാണ്. ഇപ്പൊ ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എനിക്ക് നിന്നെയും അമ്മയും നന്നായിട്ട് നോക്കണം, എനിക്ക് ഇനിയും കാശുണ്ടാക്കണം. ഞാൻ എന്തായാലും ആ ഒരു പഴയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവാണ്. എന്നാൽ ഈ ഒരു കാര്യം കേട്ടപ്പോൾ എമിലി വല്ലാണ്ട് ഷോക്കായി പോവാണ്. കാരണം മാർട്ടിൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യും, അവസാനം പൊളിയും, പിന്നെ പോലീസ് കേസാവും, അതാവും ഇതാവും, അവസാനം പെടാൻ പോകുന്നത് ഈ എമിലിയും മാർട്ടിന്റെ അമ്മയും തന്നെയായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം ഉള്ളിൽ കിടന്ന് എമിലിക്ക് ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് വരികയാണ്. അതിനൊരു കാരണമുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതെന്താന്ന് മനസ്സിലാവും. അപ്പൊ ആ ഒരു ഡിപ്രഷന്റെ പ്രശ്നം അത് എത്രത്തോളാണെന്ന് അറിയണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വരെ തലകറങ്ങി വീണു പോകും. ഇപ്പൊ ഈ അപ്പാർട്ട്മെന്റിന് താഴെയായിട്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ, അതിലൂടെ എമിലി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് തലകറങ്ങി വീഴാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സെക്യൂരിറ്റി അയാൾ ഓടി വന്നിട്ട് എന്താ മേഡം പറ്റിയത്? ഇപ്പൊ എമിലി പറയാണ്, അയ്യോ ചേട്ടാ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും അതിനുശേഷം എമിലി പോയിട്ട് കാറിലിരിക്കുകയാണ്, സീറ്റ് ബെൽറ്റ് ഇടുകയാണ്. എന്നാൽ എന്തോ ഒരു ചിന്തയിൽ കാറ് റിവേഴ്സ് ഗിയറിലിട്ടിട്ട് ആക്സിലേറ്റർ ഒരേറ്റ കൊട്ടുകലാണ് കേട്ടോ. അതായത് അവൾ ആത്മഹത്യക്ക് തന്നെ ശ്രമിക്കുകയാണ്. സ്പോട്ടിൽ തന്നെ കാർ ആക്സിഡന്റ് ആയി അവളുടെ ആ ഒരു ബോധം പോയി. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥയുടെ ഹീറോ ആയിട്ടുള്ള ഡോക്ടർ ജൊനാഥിനെയാണ്. ജൊനാഥൻ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. എന്തായാലും എമിലി ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ നോക്കിയല്ലോ, അതുകൊണ്ട് തന്നെ അവളിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് ഡോക്ടർ ജൊനാഥിന്റെ അടുത്തേക്കാണ്. അവൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് ഈ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു എയർ ബാഗ് ഓൺ ആയതുകൊണ്ട് അവൾക്ക് വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല. അപ്പൊ പിന്നീട് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ജൊനാഥൻ തുടങ്ങുകയാണ്. അല്ല മേഡം, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇതിനു മുന്നേ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു? കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ഇവിടെ അഡ്മിറ്റ് ആവേണ്ടി വരും എന്ന് എമിലി പറയുന്നത്. ഡോക്ടർ, അതൊന്നും നടക്കില്ല, എന്റെ ഭർത്താവിന് ജോലിയൊന്നും ആയിട്ടില്ല, ഞാൻ ജോലിക്ക് പോകുന്നയാ. ഫാമിലിയിൽ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ആ ഒരു ടെൻഷനാ. ഞാൻ വേണമെങ്കിൽ എന്നും വന്ന് പോകാം, ഒരു കൗൺസിലിംഗ് പോലെ ആയിക്കോട്ടെ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് നല്ല ഡിപ്രഷൻ ഉണ്ടല്ലോ, അപ്പൊ അത് മാറാനായിട്ടുള്ള ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ടാബ്ലറ്റ് കഴിക്കും തോറും നമ്മുടെ ഈ ഒരു എമിലി വല്ലാതെ ടയർഡായിട്ട് വരികയാണ്. എന്തോ ഒരു ഉന്മേഷക്കുറവെല്ലാം അവൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അവൾ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനി ഉണ്ടല്ലോ, അതിൽ ആ ഒരു ബോസ് ഒരു ലേഡിയാണ്. അപ്പോൾ ആ ഒരു ലേഡി ഈ മരുന്നെല്ലാം കണ്ടിട്ട് പറയണേ, എമിലി ഈ മരുന്ന് ഞാനും കഴിച്ചിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ നിന്റെ ഡോക്ടറോട് പറഞ്ഞിട്ട് ഈ മരുന്നൊന്നും മാറ്റി തരാൻ പറ. ബോസിനോട് എമിലി പറയണ, നോക്കട്ടെ ഞാൻ ഡോക്ടറോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. അങ്ങനെ ഈവനിങ്ങിന് ജൊനാഥിനെ കാണാൻ വേണ്ടി എമിലി വീണ്ടും വരികയാണ്. അപ്പൊ ജൊനാഥിൻ അവളുടെ ആ ഒരു പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ വീണ്ടും ചോദിക്കുമ്പോൾ എമിലി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങൾ പറയാണ്. അതായത് മാർട്ടിനെ എങ്ങനെ കണ്ടുമുട്ടി, അവർ പ്രണയത്തിലായി, പിന്നീട് കല്യാണം കഴിഞ്ഞു. അതുപോലെ തന്നെ മാർട്ടിന്റെ കയ്യിൽ അത്യാവശ്യം നല്ല കാശായിരുന്നു. പിന്നീടുള്ള കുറച്ച് വർഷങ്ങൾ നല്ല ആഡംബരത്തിലാണ് ഇവർ ജീവിച്ചത്. പിന്നീട് ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു, ഫ്രോഡ് പരിപാടി കാണിച്ചു, അവൻ ജയിലിൽ പോയി. മാത്രമല്ല ആ ഒരു ഫ്രോഡ് പരിപാടിയിൽ കാശ് പോയവരുടെ കാശ് കൊടുക്കാനായിട്ട് അവന്റെ സ്വത്തുക്കൾ മുഴുവനായിട്ട് കണ്ടുകെട്ടി. അതായത് ഭയങ്കര നല്ല രീതിയിൽ ജീവിച്ചിരുന്ന എമിലിയും ഈ മാർട്ടിന്റെ അമ്മയൊക്കെ വളരെ ദാരിദ്ര്യത്തിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിപ്രഷൻ നേരത്തെ ഉണ്ടാവൾക്ക്, നല്ലൊരു ജീവിതം കിട്ടി, ഇനി കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇതുപോലെ കിട്ടിയ ഭാഗ്യം ഉടഞ്ഞു പോകുന്നത്. അപ്പൊ അന്ന് തന്നെ എമിലിക്ക് ചില ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവളുടെ നാട്ടിലെ വേറൊരു ഡോക്ടറായിരുന്നു എമിലിയെ നോക്കിയിരുന്നത്. അപ്പൊ ആ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ജൊനാഥൻ ചെല്ലുകയാണ്. കാരണം എമിലിയുടെ ആ ഒരു കറക്റ്റ് ഹിസ്റ്ററി അറിയാനായിട്ട്. ആ ഡോക്ടറുടെ പേര് ഡോക്ടർ വിക്ടോറിയ എന്നാണ്. അങ്ങനെ ഡോക്ടർ വിക്ടോറിയെ കാണാനായിട്ട് ഡോക്ടർ ജൊനാഥൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ എമിലിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിക്ടോറിയ വഴി പിന്നീട് ജൊനാഥൻ അറിഞ്ഞു. അവളുടെ ഹസ്ബൻഡ് ആദ്യം ജയിലിൽ പോയതിനു ശേഷം അവൾ ഗർഭിണിയായിരുന്നു, അത് അബോഷനായി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ബാഡ് ലൈഫായിരുന്നു അവൾക്ക്. ആ ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ ഒരു പെൺകുട്ടിക്ക് ഡിപ്രഷൻ വന്നിട്ടില്ലെങ്കിലേ അതിശയമുള്ളൂ. ഒരു 9 മാസത്തോളം അവൾ എന്റെ അരികിലേക്ക് ട്രീറ്റ്മെന്റിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡിസ്കണ്ടിന്യൂ ആയി. നല്ലൊരു
മെഡിക്കേഷൻ കൊടുത്തായിരുന്നെങ്കിൽ അവള് പഴയതുപോലെ തന്നെ ആയേനെ. അല്ല ഡോക്ടറെ, നിങ്ങൾ ഇപ്പൊ ഏതാ മരുന്ന് കൊടുക്കുന്നതെന്ന് വിക്ടോറിയ പറഞ്ഞപ്പോൾ ഡോക്ടർ ആ ഒരു മരുന്നിന്റെ പേര് പറയാണ്. ഇപ്പൊ വിക്ടോറിയ തന്നെ ഒരു പുതിയ മരുന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അബ്ലിക്സ എന്ന കമ്പനിയുടെ പുതിയൊരു മരുന്നാണ്. പറ്റുവാണെങ്കിൽ അത് കൊടുത്തു നോക്ക്, പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നോക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ജൊനാഥൻ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം എമിലിയും അതുപോലെ തന്നെ ഹസ്ബൻഡ് ആയിട്ടുള്ള മാർട്ടിനെയും കാണിക്കുകയാണ്. രണ്ടുപേരും കൂടെ എന്തോ ഒരു പ്രോഗ്രാമിന് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ഇതുപോലെയുള്ള പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അവൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് സൈക്കോളജിക്കലി കുറെ ഇഷ്യൂസ് ഉണ്ടല്ലോ അവൾക്ക്. അപ്പൊ മാർട്ടിൻ പറയുന്നുണ്ട്, എമിലി ഞാൻ കാര്യമായിട്ട് പറയാ, വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ റിസ്ക് എടുത്ത് വരണമെന്നില്ല. അതുപോലെ തന്നെ ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ്, ജയിലിൽ പോയി കിടന്നു പോവാണ്. അപ്പൊ പബ്ലിക്കുമായിട്ടൊരു അത്യാവശ്യ റിലേഷൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്റെ ബിസിനസ് മുന്നോട്ടേക്ക് പോയില്ല. എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ എമിലി നീ വരേണ്ട ആവശ്യമില്ല എന്ന് പറയണം. അപ്പൊ എമിലി പറയണ മാർട്ടിന് കുഴപ്പമൊന്നുമില്ല, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാന്ന് പറയണം. അങ്ങനെ എമിലിയും മാർട്ടിനും കൂടെ ആ ഒരു പ്രോഗ്രാമിന് പോവാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് പതിയെ പതിയെ എമിലിയുടെ സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങി. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ. വേഗം തന്നെ മാർട്ടിൻ വന്നിട്ട് എമിലിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അതായത് മാർട്ടിൻ അറിയായിരുന്നു ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലുമൊക്കെ സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടാവുമെന്ന്. വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. എമിലിയുടെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് കൂടി വരിക എന്നല്ലാതെ അത് കുറയുന്നില്ല. ഇപ്പൊ വണ്ടിയൊന്നും അവൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഓടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. അതേ നേരം തന്നെ അവിടെ ആ ഒരു മരുന്ന് കമ്പനിയുടെ പേരും കാണുന്നുണ്ട് കേട്ടോ, അതായത് അബ്ലിക്സ. അതെല്ലാം ചുമ്മാ നോക്കിയിട്ട് കുറെ നേരം നിന്നപ്പോൾ അവൾക്ക് എന്തോ ഒരു തോന്നല്. പയ്യെ റെയിൽവേ ട്രാക്കിന്റെ അടുത്തേക്ക് അവൾ അങ്ങനെ നടക്കുകയാണ്. ഒരു ട്രെയിൻ അങ്ങനെ വരുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരെ വന്നിട്ട് അവളെ പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് എമിലിക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത്. സത്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ കിളി പാറി കിടക്കുകയാണ് എമിലിയുടെ. ഇതിനുശേഷം ഡോക്ടർ ജൊനാഥനെ കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ എന്തോ ചെറിയൊരു ഔട്ടിങ്ങിന് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. എന്നാൽ പെട്ടെന്ന് ജൊനാഥിന്റെ അരികിലേക്ക് ഈ എമിലി വന്നിട്ട് പറയാണ്, ഡോക്ടർ ഇപ്പൊ തന്നെ ഒന്ന് വാ, എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കണം. അതായത് ഈ ഡിപ്രഷനും ആൻസൈറ്റിയുള്ള ആൾക്കാർ ഒരു പ്രത്യേക രീതിയിലാണല്ലോ ബിഹേവ് ചെയ്യുക. ഡോക്ടറുടെ ആ ഒരു പ്രൈവറ്റ് ടൈമാണ്, വെറുതെ പോയി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ആ ഒരു ബേസിക് മാനേഴ്സ് ഒന്നും എമിലി കാണിക്കുന്നില്ല. എന്തായാലും അവളുടെ കൂടെ പോകുക തന്നെ. എന്നാൽ ഡോക്ടർ ജൊനാഥിന്റെ ഭാര്യയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടാവുന്നില്ല. എന്തായാലും എമിലിയും കൂട്ടി ഒരു ഹോട്ടലിലേക്ക് ചെന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അവളോട് നല്ല രീതിയിൽ സമാധാനിപ്പിച്ചുകൊണ്ട് അവളോട് സംസാരിക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള പേഷ്യൻസിന് നല്ല നല്ല സംസാരം അല്ലെങ്കിൽ വാക്കുകളാണ് ഒരു ഡോക്ടർ കൊടുക്കേണ്ടത്. അതേ നേരം തന്നെ ഈ എമിലി ഒരു കാര്യം പറയുന്നുണ്ട്, ഡോക്ടറെ എന്റെ മരുന്നൊന്ന് മാറ്റാൻ പറ്റുമോ? അബ്ലിക്സ എന്ന കമ്പനിയിലെ ആ ഒരു മരുന്നില്ലേ, അതായിരിക്കും നല്ലത്. കാരണം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജൂലിയ എന്നൊരു പെൺകുട്ടിയുണ്ട്, അവൾക്കും ഇതേ പ്രശ്നം തന്നെയായിട്ട് ഈ ഒരു മരുന്നാണ് അവൾ കഴിച്ചത്. നല്ല മാറ്റമുണ്ട്. ഇപ്പൊ ഡോക്ടർ പറയണത് നിനക്കത് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എഴുതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ജൊനാഥിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. മാർക്കറ്റിൽ പുതിയ എന്തോ ഒരു മരുന്ന് വരാൻ പോവാണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ച് അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആ ഒരു കമ്പനിക്ക് നല്ലൊരു ഡോക്ടറുടെ ആവശ്യമുണ്ട്. സോ ആ ഒരു കമ്പനിയുടെ ഒരു ടീം വന്നിട്ട് നമ്മുടെ ഡോക്ടർ ജൊനാഥിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് മീറ്റിങ്ങുകളും കാര്യങ്ങളും പഠനം ഒക്കെ നടത്തേണ്ടി വരും. അതിനെല്ലാത്തിനും ഡോക്ടർ ജൊനാഥൻ തയ്യാറാണ്. മാത്രമല്ല ഈ ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് അവന് സെറ്റിൽമെന്റ് ആയിട്ട് കിട്ടും കേട്ടോ. ജൊനാഥനാണെങ്കിൽ അത്യാവശ്യം കാശിന്റെ ഒക്കെ ആവശ്യമുള്ള ഒരാൾ തന്നെയാണ്. അതുപോലെ തന്നെ അവന്റെ ആ ഒരു ഭാര്യ ഉണ്ടല്ലോ, അവൾ ഓൾറെഡി മറ്റൊരു കല്യാണം കഴിച്ച് അതിൽ ഡിവോഴ്സായി, അതിലൊരു കൊച്ചുണ്ട്. ആ ആളെയാണ് ജൊനാഥൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. മാത്രമല്ല ആ ഒരു കുട്ടിയാണെങ്കിൽ ഡോക്ടർ ജൊനാഥൻ നന്നായിട്ട് നോക്കും. അതുപോലെ തന്നെ ഭാര്യയെ നന്നായിട്ട് നോക്കും. ഫാമിലി എന്ന് പറഞ്ഞാൽ ജൊനാഥന് അത് ഭയങ്കര കാര്യമാണ്. അപ്പൊ ഫാമിലിയെ കുറച്ചുകൂടെ നന്നായിട്ട് നോക്കാലോ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ആ ഒരു കമ്പനി പറഞ്ഞ ജോലി ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു തുകയാണ് ഡോക്ടർ ജൊനാഥന് കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എമിലിയുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ ആ ഒരു പുതിയ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയതിൽ പിന്നെ അവൾ നന്നായിട്ട് ഓക്കെ ആവാൻ തുടങ്ങി. മുമ്പത്തെ പോലെ ആ ഒരു മാനസിക പിരിമുറുകൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ഹസ്ബൻഡിന്റെ കൂടെ അവളിപ്പോ ഹാപ്പി ആവാണ്. ഒരു ദിവസം നട്ടപ്പാതിരാക്കിയ മാർട്ടിൻ ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എവിടുന്നോ പാട്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലൂടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ മറ്റാരുമല്ല, എമിലി തന്നെയാണ്. അതിനിടയിൽ ഒരു പാലെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് അവൾ അങ്ങനെ ഒഴിക്കുന്നുണ്ട്. ആ ഗ്ലാസ് നിറഞ്ഞിട്ടും അവൾ അങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്താണ് മാർട്ടിന് ഒരു കാര്യം മനസ്സിലായത്. അവള് സ്വബോധത്തോടെയല്ല ഇതൊക്കെ ചെയ്യുന്നത്. രാത്രി ചില ആൾക്കാർ ഉറങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് നടക്കുക എന്ന് പറയില്ലേ, ആ അവസ്ഥയാണ് ഇപ്പോൾ എമിലിക്ക് വന്നിരിക്കുന്നത്. ആകെ ടെൻഷനിലായ മാർട്ടിൻ പിറ്റേ ദിവസം രാവിലെ തന്നെ എമിലിയെ നമ്മുടെ ഡോക്ടർ ജൊനാഥനെ കാണിക്കാൻ വേണ്ടി പോവാണ്. പുതിയ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാർട്ടിൻ പറയുന്നത് ആ ഒരു പുതിയ ടാബ്ലറ്റ് ഉണ്ടല്ലോ അബ്ലിസ്കയുടെ, അത് വേണ്ട, അത് മാറ്റിയേക്കെന്ന് പറയണം. എന്ന് എമിലി പറയുന്നത്, ഏയ് അതൊന്നും മാറ്റണ്ട, അത് കഴിക്കാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്കൊരു റിലാക്സേഷൻ കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ ഡോക്ടർ ജൊനാഥനും പറയാണ്, കുഴപ്പമൊന്നുമില്ല, ആ മരുന്ന് തന്നെ കഴിച്ചോട്ടെ. അതുപോലെ തന്നെ നൈറ്റുള്ള ഈ ഒരു നടത്തം നിൽക്കാനുള്ള ഒരു ടാബ്ലറ്റ് ഞാൻ എന്തായാലും തരാം കേട്ടോ. പിന്നീട് ആ ഒരു ടാബ്ലറ്റ് മേടിച്ച് എമിലിയും മാർട്ടിനും കൂടെ വീട്ടിലേക്ക് പോവാണ്. അതുപോലെ തന്നെ ഡോക്ടർ ജൊനാഥന്റെ അടുത്തേക്ക് അടുത്ത പേഷ്യന്റ് വരികയാണ്. അപ്പോൾ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു പേഷ്യന്റിനോട് പറയാണ്, മാർക്കറ്റിൽ ഇപ്പോൾ പുതിയൊരു മരുന്ന് വന്നിട്ടുണ്ട്, നല്ല പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല റിസൾട്ട് ഉണ്ട്. അപ്പൊ ആ ഒരു പുതിയ മരുന്ന് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. അപ്പൊ ആ ഒരു പേഷ്യന്റ് പറയാണ്, ഡോക്ടറെ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിച്ചോളാം എന്ന് പറയാം. ഇതിനുശേഷം എമിലിയും മാർട്ടിനെയും കാണിക്കുകയാണ്. അപ്പൊ മാർട്ടിൻ ഒരു കാര്യം പറയുന്നുണ്ട്, എമിലി നമ്മൾ ഈ ഒരു നാട് മാറാൻ പോവാണ്, പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്, അങ്ങനെയാണെങ്കിലേ നമ്മുടെ ബിസിനസ് ക്ലച്ച് പിടിക്കുകയുള്ളൂ. എന്നാൽ ആ ഒരു കാര്യം എമിലിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടുന്ന് മാറാൻ വേണ്ടി പോവുകയാണോ, അത് വേണ്ടായിരുന്നു എന്ന് പറയാണ്. അതായത് അവൾക്ക് ഇഷ്ടമില്ലാത്ത എന്തൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ, അത് തലയിൽ കയറി കഴിഞ്ഞാൽ അത് വെച്ചോണ്ട് അങ്ങനെ നടക്കും. പിറ്റേ ദിവസം ഓഫീസിലേക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ കയറിയതാ. എന്നെ എങ്ങോട്ടേക്ക് പോകണം, എവിടെയാ ഇറങ്ങണ്ടേ, എന്തിനാ പോന്നെ എന്നൊരു ബോധമില്ല. അവസാനം ഓഫീസിലേക്ക് എത്തിയപ്പോൾ വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. അപ്പൊ ബോസ് നമ്മുടെ എമിലിയോട് ചോദിച്ചു, അല്ല എമിലി എന്താ നിന്റെ കിളി പോയോ, ഇപ്പോഴാണ് ഡ്യൂട്ടിക്ക് വരുന്നത്? അല്ല മേഡം, അത് പിന്നെ ഞാൻ രാവിലെ ഇറങ്ങിയതാ, പക്ഷെ എനിക്ക്
എനിക്കൊന്നും ഓർമ്മയില്ലാണ്ടായി പോയി. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് എന്തോ ഇവിടുന്ന് മാറിപ്പോവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് എന്റെ മനസ്സിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങാണ്. എനിക്ക് എന്തോ വയ്യപ്പോ. ഇപ്പൊ ബോസ് അവളെ സമാധാനിപ്പിക്കുകയാണ്. എമിലി എല്ലാം ശരിയാവും, നീ നോക്കിയാവും. ഇതിനുശേഷം മാർട്ടിനെ കാണിക്കുകയാണ്. അവന്റെ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാർട്ടിൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവന്റെ വീട്ടിലെ സോഫയിൽ ഒരു ഗിഫ്റ്റ് പോലെ എന്തോന്ന് കാണുന്നുണ്ട്. അവിടെ ഒരു ലെറ്റർ ഉണ്ട്. സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട അതേ സംഭവം തന്നെ. അത് കയ്യിലെടുത്ത് മാർട്ടിൻ ചോദിക്കുകയാണ്, എമിലി ഇതെനിക്കുള്ള ഗിഫ്റ്റ് ആണോ? 2-3 തവണയൊക്കെ മാർട്ടിൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്. എങ്കിലും അവളുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയില്ല. അല്ല, ഗിഫ്റ്റും വെച്ച് അവൾ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാർട്ടിൻ അവളെ നോക്കി അങ്ങനെ നടക്കുമ്പോൾ കിച്ചണിൽ എന്തോ കാര്യമായിട്ട് തന്നെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എമിലി നീ ഒന്നും മിണ്ടാത്തേന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ പോയിട്ട് അവളെ തൊടുകയാണ്. അവളെ ഇങ്ങോട്ട് തിരിക്കുകയാണ്. എന്നാൽ ടപ്പേന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മാർട്ടിനെ 2-3 തവണ ചക് 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 എന്നിട്ട് അവൾ കുത്തുന്നുണ്ട്. ഇപ്പൊ മാർട്ടിന്റെ വയറ്റിനാണെങ്കിൽ രക്തം പുറത്തേക്ക് അങ്ങനെ തെറിക്കുകയാണ്. നിലത്ത് വീണുപോയി. പെടഞ്ഞ് അവൻ എങ്ങനെയൊക്കെയോ എഴഞ്ഞഴിഞ്ഞു പോകുന്നുണ്ട്. ഈ നേരത്ത് ഒന്നും അറിയാത്ത പോലെ എമിലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആ സമയത്ത് അവളോട് പറയുന്നുണ്ട്, എമിലി ഹോസ്പിറ്റലിലേക്ക് വിളിക്കുക, ആംബുലൻസിനോട് വരാൻ പറ. എന്നാൽ ഇതൊന്നും കേൾക്കാതെ എമിലി നേരെ പോയിട്ട് കട്ടിൽ കിടന്ന് പുതപ്പ് മൂടി കിടന്നുറങ്ങുകയാണ്. അധികം വൈകിയില്ല, ഇങ്ങോട്ടേക്ക് പോലീസുകാർ എത്തുകയാണ്. പോലീസുകാർ വന്നത് മറ്റാരും വിളിച്ചിട്ടല്ല, എമിലി വിളിച്ചിട്ട് തന്നെയാണ്. കാരണം രാവിലെ ആയിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുമ്പോൾ അവള് കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മാർട്ടിനെയാണ്. അപ്പൊ തന്നെ പേടിച്ച് അവള് പോലീസിനെ വിളിച്ചതാണ്. മാത്രമല്ല എമിലിയുടെ കാലില് ആ രക്തത്തിന്റെ പാടുകൾ ഇപ്പോഴും ഉണ്ട്. കാരണം അവൻ നിലത്ത് വീണപ്പോൾ ആ രക്തത്തിലൂടെ ചവിട്ടിയാണ് എമിലി കട്ടിൽ വന്ന് കിടന്നത്. പിന്നീട് പോലീസുകാർ വന്നിട്ട് വീട് മുഴുവനായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ വീടിന്റെ ഉള്ളിലേക്ക് ആരും വന്നതായിട്ട് യാതൊരു ലക്ഷണവുമില്ല. അതിനർത്ഥം മാർട്ടിനെ കൊന്നത് മറ്റാരുമല്ല, എമിലി തന്നെയാണ്. ഏകദേശം പോലീസുകാർക്ക് ആ ഒരു കാര്യം മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ എമിലിക്കാണെങ്കിൽ യാതൊന്നും ഓർമ്മയില്ല. അധികം വൈകാതെ പോലീസുകാർ അവളെ അറസ്റ്റ് ചെയ്യാണ്. ആ സമയത്തെല്ലാം എമിലി പറയുന്ന ഒരേ ഒരു കാര്യം ഡോക്ടർ ജൊനാഥിന്റെ പേരാണ്. അധികം വൈകാതെ ഡോക്ടർ ജൊനാഥിനെ പോലീസുകാർ വിളിച്ചു വരുത്തുന്നുണ്ട്. പിന്നീട് അവളുടെ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൾ കഴിക്കുന്ന മരുന്നിനെ കുറിച്ചും ചോദിക്കുകയാണ്. മാത്രമല്ല ഈ മരുന്ന് കഴിച്ചാൽ ഈ രാത്രി എഴുന്നേറ്റ് നടക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവുമോ, അതുപോലെ സ്വബോധം ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവുമോ? ഇതെല്ലാം കേട്ടപ്പോൾ ജൊനാഥൻ പറയാണ്, സാറേ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം, ചെറുതായിട്ട് അങ്ങനെ ഒരു സൈഡ് എഫക്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജൊനാഥ ആകെ പ്രശ്നമാവും. ഒന്നില്ലെങ്കിൽ കൊലപാതകത്തിന്റെ പേരിൽ എമിലി ജയിലാവും, അല്ലെങ്കിൽ അവൾക്ക് ആ ഒരു മരുന്ന് കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾ തൂങ്ങുന്നു പറയാണ്. ഡോക്ടർ ജൊനാഥൻ ആകെ ഞെട്ടിപ്പോയി. അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയാണ് ജീവിച്ചു പോകുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ വന്നു കഴിഞ്ഞാൽ ആകെ പെട്ട അവസ്ഥയിൽ തന്നെയാവും ജൊനാഥൻ. അപ്പൊ ആ ഒരു മരുന്നിന് ഇത്രത്തോളം വലിയ സൈഡ് എഫക്ട് ശരിക്കും ഉണ്ടോ? ഇതറിയാൻ വേണ്ടി ഡോക്ടർ വിക്ടോറിയയുടെ പോയിട്ട് ജൊനാഥൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർട്ടിൻ മരണപ്പെട്ടല്ലോ. അവന്റെ ആ ഒരു ചടങ്ങെല്ലാം നടക്കുന്ന സമയത്ത് ജയിലിൽ പോലീസുകാരുടെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് എമിലി വരുന്നുണ്ട്. ആ ഒരു ചടങ്ങിൽ ഓൾറെഡി നമ്മുടെ മാർട്ടിന്റെ അമ്മയുണ്ട് എന്ന് കരുതി മാർട്ടിന്റെ അമ്മ എമിലിയോട് ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. കാരണം അവള് സ്വബോധത്തോടു കൂടി ചെയ്തതല്ലോ. മാത്രമല്ല അവളെ കാണാനായിട്ട് ജയിലിലേക്ക് മാർട്ടിന്റെ അമ്മ ചെല്ലുന്നുണ്ട്. അവളോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. എമിലിക്കും എന്താണ് അമ്മയോട് പറയേണ്ടതെന്ന് തിരിയുന്നില്ല. സ്വന്തം മകനെയാണ് എമിലി കുത്തി കൊന്നിരിക്കുന്നത്. എന്നാൽ എന്തിനു ചെയ്തു, എപ്പോ ചെയ്തു എന്നുപോലും എമിലിക്ക് ഓർമ്മയില്ല. അവളിപ്പോ അമ്മയുടെ കയ്യിലൊരു പേപ്പറിന്റെ കഷ്ണം കൊടുത്തിട്ട് പറയാണ്, അമ്മേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ മീഡിയയുടെ മുന്നിലേക്ക് ഇതൊന്ന് എത്തിക്കണമെന്ന് അമ്മയോട് എമിലി പറയാണ്. ആ പറഞ്ഞതുപോലെ തന്നെ മാർട്ടിന്റെ അമ്മ അത് മീഡിയയിലേക്ക് എത്തിക്കുകയാണ്. അതായത് ആ ഒരു ലെറ്ററിൽ എമിലി എഴുതിയിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് വിശ്വസ്തയോട് കൂടിയിട്ടാണ് അബ്ലിക്സ എന്ന കമ്പനിയുടെ മരുന്ന് ഞാൻ കഴിച്ചത്. എന്നാൽ ആ ഒരു മരുന്ന് എന്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചു. എന്നെ ഇതാ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചു കഴിഞ്ഞു. ഒരു ബോധമില്ലാതെ ഞാൻ എന്റെ ഭർത്താവിന് വരെ കൊന്നുകളഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നെ പോലെ ഇനി ആരും വഞ്ചിക്കപ്പെടാതിരിക്കാൻ നോക്കണേ എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. സോ അതോടുകൂടിയിട്ട് ഈ കാര്യം ഭയങ്കര സെൻസേഷൻ ആവുകയാണ്. പിന്നീട് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകൾ, ഡിബേറ്റ്, അതും ഇതൊക്കെ. അതിനിടയിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ആരാണ് ആ ഡോക്ടർ? എമിലി എന്ന ആ ഒരു പേഷ്യന്റിന് ഏത് ഡോക്ടറാണ് അബ്ലിസ്കയുടെ ആ ഒരു മരുന്ന് എഴുതി കൊടുത്തത്? ഇങ്ങനെ ചോദ്യം വന്നപ്പോൾ ഡോക്ടർ ജൊനാഥനും ഒന്ന് ഈ ന്യൂസ് റൂമിലൊക്കെ ഒന്ന് ഫേമസ് ആവുന്നുണ്ട്. ഇതിനുശേഷം ജൊനാഥന് ഒരു സമാധാനമില്ലാതെ ഇയാളുടെ പിറകാലെയായി ഈ പാപ്പരാസികൾ, അതായത് പത്രക്കാർ തന്നെ. ജൊനാഥന്റെ ഭാര്യയ്ക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നുകയാണ് കേട്ടോ. ഇപ്പൊ പത്രക്കാരോട് ജൊനാഥൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ നിങ്ങളോട് ഇപ്പൊ ഒന്നും പറയുന്നില്ല, ഞാൻ കോർട്ടിൽ പോയിട്ട് അവിടെ മറുപടി കൊടുത്തോളാം എന്ന് പറയണം. നൈസായിട്ട് അവരുടെ മുന്നിൽ നിന്നും എസ്കേപ്പ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണലി ജൊനാഥന്റെ കാര്യം ഭയങ്കര മോശമായിട്ട് വരികയാണ്. ജൊനാഥന് നല്ല നല്ല പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവരൊക്കെ പറയണ, ഡോക്ടറെ ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ല, നിങ്ങളോടുള്ള ഞങ്ങളുടെ ആ ഒരു വിശ്വാസം നഷ്ടമായിട്ടുണ്ട്, ഇനി മുതൽ ഞങ്ങൾ വരുന്നില്ല എന്ന് പല പേഷ്യൻസും വിളിച്ചു പറയാണ്. ആരും ഇപ്പൊ വരാതെയായി. അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്കൂളിൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് ജൊനാഥൻ ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കേസും ഇപ്പൊ ആരൊക്കെയോ കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ്. അന്ന് ആ ഒരു സ്കൂളിൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് ജൊനാഥൻ ഉണ്ടായിരുന്ന സമയത്ത് അവന്റെ തന്നെ ഒരു പേഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആത്മഹത്യ ചെയ്തു. എന്നിട്ട് അവൾ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാനും ഈ ഡോക്ടറുമായിട്ട് ഒരു ബന്ധത്തിലാണ്, എന്റെ മരണത്തിന് കാരണം ഡോക്ടർ ജൊനാഥനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കളഞ്ഞു. അങ്ങനെ ഒരു കേസ് ജൊനാഥന്റെ പേരിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് ജൊനാഥൻ ശിക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. മേ ബി അതൊരു ഫേക്ക് കേസ് ആയതുകൊണ്ടായിരിക്കണം. ഇതൊക്കെ ആരൊക്കെയോ എവിടുന്നൊക്കെയോ കുത്തിയെടുത്ത് പൊന്തിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇതുപോലെ തന്നെ അവൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ്. നീ നോക്കാൻ പറ്റുന്നതിലും കാട്ടിയും കൂടുതൽ പേഷ്യൻസിന് നോക്കുന്നുണ്ട്. അതുപോലെ എമിലിയെ പോലെ ഒരു പേഷ്യന്റിനെ എന്തുകൊണ്ട് അഡ്മിറ്റ് ചെയ്തില്ല? പിന്നീട് ഞങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ എന്തിന് പുതിയൊരു മരുന്ന് നീ ട്രൈ ചെയ്തു? ഇപ്പൊ ജൊനാഥൻ പറയണ, സാറേ വീട്ടിൽ അത്യാവശ്യം കഷ്ടപ്പാടാണ്, മോന്റെ പഠിത്തവും ഞങ്ങളുടെ ചെലവ് എല്ലാം കൂടിയായിട്ട് കാശ് തികയുന്നില്ല, അതുകൊണ്ടാണ് കൂടുതൽ പേഷ്യന്റിനെ ഞാൻ നോക്കാൻ തുടങ്ങിയത്. വേറൊരു മിസ്റ്റേക്കും ഞാൻ ചെയ്തിട്ടില്ല ഡോക്ടറെ. അങ്ങനെ സംഗതി
കോടതി ഇപ്പോൾ അവസാനം കോർട്ടിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ആ പാവം ഡോക്ടർ പിന്നീട് കോടതി വരെ കയറേണ്ടി വരികയാണ്. അങ്ങനെ കോടതിയിലേക്ക് ഈ ഒരു കേസ് വന്നപ്പോൾ കോടതി പരിശോധിക്കുകയാണ് ശരിക്കും എമിലിക്ക് ഡിപ്രഷന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന്. അപ്പോൾ ഓൾറെഡി 2 സാക്ഷികളുണ്ട്. ഒന്ന് അവരുടെ അപ്പാർട്ട്മെന്റിലെ ആ ഒരു സെക്യൂരിറ്റി, അയാൾ നോക്കി നിൽക്കുകയാണല്ലോ കാറിൽ കയറിയിട്ട് അവൾ റിവേഴ്സ് എടുത്ത് ആത്മഹത്യ ചെയ്യാൻ നോക്കിയത്. അതുപോലെ തന്നെ അന്ന് ആ ഒരു റെയിൽവേ പാളത്തിലേക്ക് ചാടാൻ നോക്കിയപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് രക്ഷിച്ചായിരുന്നല്ലേ. അപ്പൊ ഇവർ രണ്ടുപേരും വന്ന് സാക്ഷി പറയുന്നുണ്ട് ഓൾറെഡി എമിലിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷൻ പ്രശ്നമുണ്ട്. അതുപോലെ കുറെ വാദങ്ങൾക്ക് ശേഷം ജഡ്ജി വിധി പറയാണ്. അതായത് എമിലിയെ ഒരു ക്രിമിനൽ ആയിട്ട്, ഒരു കൊലപാതകയായിട്ട് കാണാൻ കഴിയില്ല. അവൾ ചെയ്ത ആ ഒരു മർഡർ അത് ആ ഒരു മരുന്നിന്റെ എഫക്റ്റിന്റെ പേരിലാണെന്ന് കോടതിക്ക് ബോധ്യമായി. എന്നിരുന്നാലും അവളെ ഒറ്റയടിക്ക് പുറത്തേക്ക് വിടാൻ കഴിയില്ല. അവൾക്ക് കാര്യമായിട്ടുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് വിടാനായിട്ട് കോടതി ഓർഡർ കൊടുക്കുകയാണ്. അതായത് പോലീസിന്റെ കൺട്രോളുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക്. അതുപോലെ തന്നെ അവിടെ വെച്ച് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഡോക്ടർ ജൊനാഥനെ തന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ കോടതി പിരിഞ്ഞതിന് ശേഷം നമ്മുടെ എമിലിക്ക് ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഞാനല്ല കൊലപാതകം എന്ന് കോടതി കണ്ടുപിടിച്ചില്ലേ, പിന്നെ എന്താ വിട്ടാല്, എനിക്ക് പോലീസുകാരുടെ കൺട്രോളിലൊന്നും നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡോക്ടർ ജൊനാഥൻ പറയുന്നത് എമിലി ഇത് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്, ദയവ് ചെയ്ത് നീ ക്ഷമയോടെ നിന്ന് നിൽക്ക്, ഇവിടെ വെച്ച് അലമ്പ് കാണിക്കാൻ നിന്നാൽ നമ്മൾ രണ്ടുപേരും പെട്ടുപോകും. അങ്ങനെ ഡോക്ടർ ഒരുവിധം എമിലിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ജൊനാഥന്റെ ഫാമിലി ലൈഫിൽ വരെ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് ആ ഒരു കേസ് ഉണ്ടല്ലോ, ഒരു പെൺകുട്ടി ജൊനാഥന്റെ പേരും പറഞ്ഞ് അവർ തമ്മിൽ റിലേഷൻ ആയിരുന്നു, അതിന്റെ പേരിലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കുറിപ്പെഴുതി വെച്ച ഒരു പെൺകുട്ടി മരിച്ചായിരുന്നല്ലേ. ആ ഒരു കാര്യം കേട്ട് ജൊനാഥനോട് അവന്റെ ഭാര്യ ഇപ്പൊ ചെറിയ തെറ്റിലാണ്. എന്നാൽ ഭാര്യ ജൊനാഥൻ പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അതൊരു ഫേക്ക് കേസായിരുന്നു, അതുകൊണ്ടാണ് കോടതി അന്ന് എന്നെ ശിക്ഷിക്കാതിരുന്നത്, ദയവ് ചെയ്തിട്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക്. അങ്ങനെ വളരെ കാമായിട്ട് തന്നെ ഡോക്ടർ ജൊനാഥൻ ഭാര്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എമിലിയെ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. അവളുടെ അസുഖം ഭേദമായി എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവൾക്ക് അവിടുന്ന് പുറത്തേക്ക് വരാൻ കഴിയുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ അതൊരു ചെറിയ രീതിയിലുള്ള ജയിൽ തന്നെയാണ്. ഇപ്പൊ ഡോക്ടർ ജൊനാഥന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ മരുന്ന് കഴിച്ചപ്പോൾ, അതായത് അബ്ലിസ്കയുടെ മരുന്ന് കഴിച്ചപ്പോൾ എമിലി ഇങ്ങനെ ബിഹേവ് ചെയ്തു എന്നറിയാൻ വേണ്ടി ആ മരുന്നിനെ കുറിച്ച് കൂടുതലായിട്ട് ഡോക്ടർ പഠിക്കാൻ ആരംഭിക്കുകയാണ്. ആ നേരത്ത് ആരോ ഒരാൾ ഇന്റർനെറ്റിൽ ഒരു ബ്ലോഗ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നൈറ്റിൽ ബോധമില്ലാതെ നടക്കുന്ന ഒരു സൈഡ് എഫക്ട് ഉണ്ടാവും. ആ ഒരു ബ്ലോഗ് എഴുതിയിട്ടത് അത് മറ്റാരുമല്ല, എമിലിയെ ആദ്യം ചികിത്സിച്ച ഡോക്ടറായിട്ടുള്ള ഡോക്ടർ വിക്ടോറിയ ആയിരുന്നു. അപ്പൊ ഡോക്ടർ വിക്ടോറിയയുടെ അടുത്തേക്ക് നേരിട്ട് തന്നെ ജൊനാഥൻ ചെന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ല, ഇങ്ങനെ ഒരു സൈഡ് എഫക്ട് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്താ എന്നോട് പറയാതിരുന്നത്? അപ്പൊ വിക്ടോറിയ പറയണ അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ, അത് സ്പെഷ്യലായിട്ട് നിങ്ങളോട് പറയണ്ട എന്ന് കരുതി, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ടാ. അതുപോലെ തന്നെ ഡോക്ടർ ജൊനാഥന്റെ ഉള്ളിൽ ആകെ ഒരു കൺഫ്യൂഷനും ഒരു ചോദ്യവും വരാൻ തുടങ്ങി. അതായത് ആരാണ് എമിലിയോട് ഈ കമ്പനിയുടെ മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞത്? അവളുടെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു ജൂലിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയല്ലേ, അവള് പറഞ്ഞിട്ടല്ലേ അബ്ലിസ്ക എന്ന ആ ഒരു മരുന്ന് ജൊനാഥനോട് ചോദിച്ച് പ്രിസ്ക്രൈബ് ചെയ്തത് എമിലി. അപ്പൊ ആരാണ് ഈ ജൂലി എന്ന് അറിയാൻ വേണ്ടിയിട്ട് എമിലി വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ പേരിൽ അങ്ങനെ ഒരാളെ അവിടെ ഇല്ല. അപ്പം മുതൽ ജൊനാഥന്റെ ഉള്ളിൽ ഒരു ചോദ്യം ഇങ്ങനെ വരാൻ തുടങ്ങി. അതായത് എമിലി ഉഡായിപ്പാണോ, അവള് പറയുന്നതൊക്കെ കള്ളമായിരിക്കുമോ? പിന്നീട് അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഡോക്ടർ ജൊനാഥൻ അന്വേഷിക്കാനും പിന്നീട് ഓരോ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാനും ശ്രമിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന മകനെ കൂട്ടേണ്ട ഒരു ചുമതല ജൊനാഥനായിരുന്നു. അതുവരെ അവൻ മറന്നുപോയിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് എന്തോ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജൊനാഥൻ പോവാത്തത് കൊണ്ട് മകൻ കുറെ നേരം അവിടെ പോസ്റ്റായി. പിന്നീട് അവന്റെ ഭാര്യ പോയിട്ടാണ് കൂട്ടിയിട്ട് തിരിച്ചു വരുന്നത്. വീട്ടിലെത്തിയ സമയത്ത് ജൊനാഥന്റെ ഭാര്യ അവനൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങനെ ഇരുന്നോ, വെറുതെ ഓരോ പൊല്ലാപ്പം ഉണ്ടാക്കിയിട്ട് അതിന്റെ പിന്നാലെ അങ്ങനെ നടന്നോ. എന്നാൽ ഈ സമയത്ത് ജൊനാഥൻ ഭാര്യയോട് ഒരു കാര്യം പറയാണ്, ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് കേൾക്കൂ. അതായത് ഈ എമിലി എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ ഒരു കൂട്ടുകാരി അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലുണ്ട്, ജൂലിയ എന്നൊക്കെയാ പറഞ്ഞത്. ആ ജൂലിയ പറഞ്ഞിട്ടാണ് അവൾ ഈ ഒരു മരുന്ന് എനിക്ക് സജസ്റ്റ് ചെയ്തത്, അബ്ലിസ്ക എന്ന് പറഞ്ഞ മരുന്ന്. എന്നാൽ അവളുടെ ഓഫീസിൽ അങ്ങനെ ഒരു പെൺകുട്ടിയേ ഇല്ല. അതുപോലെ തന്നെ ആ ഒരു കാറ് ആക്സിഡന്റ് ആക്കി അവൾ മരിക്കാൻ നോക്കിയില്ലേ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവൾ ആ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടത്? ഇതിൽ എന്തോ ഒരു കള്ളക്കളി ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ജൊനാഥന്റെ ഭാര്യ പറയാണ്, സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എയർ ബാഗ് വരും എന്നുള്ള ആ ഒരു വിഷയം അവൾക്ക് അറിയില്ലായിരിക്കും. അതുപോലെ തന്നെ അവന്റെ ഭാര്യ ഒരു കാര്യം ഒട്ടും ജൊനാഥന് മനസ്സിലാക്കാതെ പറയുന്നുണ്ട്, നീ വെറുതെ അനാവശ്യമായിട്ട് ഈ ഒരു കേസിന്റെ പിന്നാലെ പോവാണ്, നമ്മുടെ ഫാമിലിയുടെ കാര്യം വരെ നോക്കാൻ നിനക്ക് നേരമില്ല. കുട്ടിയെ കൂട്ടാൻ പറഞ്ഞിട്ട് അവൻ എത്ര നേരമായി ഒരു റോട്ടിൽ നിൽക്കുന്നതെന്ന് അറിയോ? അനാവശ്യമായിട്ട് നിങ്ങളുടെ കേസിൽ എനിക്ക് തലയിടേണ്ട ആവശ്യമില്ല, എനിക്ക് എന്റെ മകന്റെ കാര്യം നോക്കിയാൽ മതി. അതായത് ഒട്ടും തന്നെ ഡോക്ടറിനെ മനസ്സിലാക്കാനായിട്ട് ഡോക്ടറുടെ ഭാര്യ ശ്രമിക്കുന്നില്ല. എന്നാൽ ഡോക്ടറുടെ ഉള്ളിലും ആ ഒരു ചോദ്യം അതങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അതായത് എമിലിയോട് ഓഫീസിലുള്ള അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ജൂലിയാണ് ഈ മരുന്നിനെ കുറിച്ച് പറഞ്ഞതെന്ന് എമിലി പറഞ്ഞായിരുന്നല്ലോ, എന്തിനാ അങ്ങനെ ഒരു നുണ പറഞ്ഞത്? അപ്പൊ അത് അവളോട് നേരിട്ട് ചോദിക്കാനായിട്ട് എമിലിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഒറ്റയടിക്കൊന്നും ഇപ്പോൾ എമിലിയോട് ജൊനാഥന് ആ ഒരു കാര്യം ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ എമിലിയും തിരിച്ച് സംസാരിക്കുകയാണ്. വളരെ കൂളായിട്ട് തന്നെ പെരുമാറുകയാണ്. ചിലപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ അങ്ങനെ പെരുമാറുന്നതെന്ന് ജൊനാഥന് മനസ്സിലായി. എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ എമിലി പറയാണ്, ജൊനാഥൻ കുറച്ചു നേരങ്ങളിൽ ഇവിടെ ഇരിക്കുക, എന്നെ കാണാനായിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരാറില്ല, വല്ലാത്തൊരു മടുപ്പ്, എന്നോട് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജൊനാഥൻ ചോദിക്കുകയാണ്, അല്ല നിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ജൂലി ഇല്ലേ, അവളൊന്നും വരാറില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പൊ എമിലി ചോദിക്കുകയാണ്, എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജൂലിയോ? ജൂലി അതിന് ഓഫീസിലല്ല, ഞാൻ ഇതിനു മുന്നേ ഒരു ബാറിൽ വർക്ക് ചെയ്തായിരുന്നല്ലോ, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ജൂലി. ഇത് കേട്ടപ്പോൾ ഡോക്ടർ ജൊനാഥന്റെ എല്ലാ സംശയവും മാറാണ്. വെറുതെ ഇവളെ സംശയിച്ചു,
ഒരു കാര്യമില്ലാതെ സംശയിച്ചു. അതായത് ഈ ജോലി അവളുടെ ഓഫീസിലല്ല, അവൾ മുന്നേ വർക്ക് ചെയ്തിരുന്ന ബാറിലായിരുന്നു. എന്തായാലും പിന്നീട് ഡോക്ടർ ജൊനാഥൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അതുപോലെ തന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ഓഫർ ഡോക്ടർ ജൊനാഥന് കിട്ടിയായിരുന്നല്ലോ. ഒരു പുതിയ മരുന്നും അതിന്റെ ആ ഒരു പബ്ലിസിറ്റിയും സ്റ്റഡിയും കാര്യങ്ങളൊക്കെ വലിയൊരു എമൗണ്ടും അത് ചെയ്തു കഴിഞ്ഞാൽ അവന് കിട്ടുമല്ലോ. ആ ഒരു കോൺട്രാക്ട് ഒരു സെമിനാർ വിളിച്ച് ജൊനാഥിന്റെ കയ്യിൽ നിന്നും ആ ഒരു കമ്പനി തിരിച്ചു വാങ്ങാണ്. ഇത്രയും പ്രശ്നം അവന്റെ മേത്ത് ഉണ്ടാകുമ്പോൾ അവന്റെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കമ്പനിക്ക് ദോഷമാവുന്നവർക്ക് നന്നായിട്ട് മനസ്സിലായി. എന്നാൽ ആ ഒരു സെമിനാറിന് അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് ജൊനാഥൻ ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് അബ്ലിസ്ക എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുടെ മരുന്നാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആ കമ്പനിയുടെ ഷെയർ മാർക്കറ്റിലെ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ വാല്യൂ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ കമ്പനിയുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള, അതായത് ഇതേ മരുന്ന് തന്നെ മറ്റൊരു രീതിയിൽ ഇറങ്ങുന്ന ഒരു കമ്പനിയുടെ ഷെയർ മൂല്യമാണെങ്കിൽ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ വെച്ച് ഡോക്ടർ ജൊനാഥന് ചില സംശയങ്ങൾ തോന്നുകയാണ്. അതേ സംശയത്തിൽ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഭാര്യയോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് അബ്ലിസ്ക എന്ന ഒരു മെഡിക്കൽ കമ്പനിയുടെ ഷെയർ വാല്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് കമ്പനിയുടെ ഷെയർ മൂല്യം ഭയങ്കരമായിട്ട് കൂടി അങ്ങ് എത്തിയിട്ടുണ്ട്. അതായത് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് ഈ ഒരു കാര്യം. ഇത് ചെയ്തത് എമിലി തന്നെയാണോ എന്ന് സംശയമുണ്ടെന്ന് ജൊനാഥൻ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറയാണ്, എടോ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി, അത് അക്സെപ്റ്റ് ചെയ്യാതെ പാവം ആ ഒരു പെൺകുട്ടിയുടെ മേലെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് ഇടാതെ നിങ്ങൾ നിങ്ങളുടെ തെറ്റൊന്ന് സമ്മതിക്കും മനുഷ്യ. നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ആദ്യം പുറത്തേക്ക് കടക്കുക. പറ്റുകയാണെങ്കിൽ ഈ ജോലി ഒന്ന് ഉപേക്ഷിക്കുക. കുടുംബത്തിന്റെ കാര്യം നോക്ക്. യാതൊരു ശ്രദ്ധയില്ല, എപ്പോഴും അതിന്റെ പിന്നാലെ തന്നെ. ഭാര്യയുടെ എങ്ങനെയുള്ള ആ ഒരു മറുപടി ജൊനാഥനെ വല്ലാതെ തളർത്തി കളഞ്ഞാട്ടോ. ഭയങ്കര വിഷമാവുന്നുണ്ട്. എന്നിരുന്നാലും ജൊനാഥന്റെ നിരപരാധിത്വം അത് തെളിയിക്കേണ്ടത് അവന്റെ തന്നെ ഉത്തരവാദിത്വമാണല്ലോ. ഇപ്പൊ അവൻ ചെറിയൊരു ട്രിക്ക് പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ്. ഡോക്ടർ ജൊനാഥൻ നേരെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് എമിലിയോട് പറയുന്നുണ്ട്, നിന്നെ ഇവിടെ നിന്ന് ഇറക്കാനുള്ള ഒരു പ്ലാൻ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ ഒരു സിറം ഉണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ചെറുതായിട്ട് മയക്കവും കാര്യങ്ങളൊക്കെ വരും. ആ നേരത്ത് ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ നീ സത്യസന്ധമായിട്ട് മറുപടി പറയാ. ഈ കാര്യം ഞാൻ റെക്കോർഡ് ചെയ്യും. പിന്നീട് നീ പറഞ്ഞ സത്യങ്ങൾ ജഡ്ജിയെ കാണിക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് പറയാണ്. ഇപ്പൊ എമിലി പറയണത്, ഞാൻ ചിലപ്പോൾ വല്ലത് റോങ് ആയിട്ട് പറഞ്ഞാലോ. അപ്പൊ ജൊനാഥൻ പറയണത്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. റോങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ എന്തായാലും അത് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ നിന്റെ ഡോക്ടറല്ലേ. പിന്നീട് ആ ഒരു സെറം ജൊനാഥൻ എമിലിക്ക് കുടിക്കാൻ കൊടുക്കുകയാണ്. അത് കുടിച്ച പാടിന് അവൾക്ക് ചെറുതായിട്ടൊരു തലകറക്കം പോലെയൊക്കെ ഫീൽ ആവുന്നുണ്ട്. പിന്നീട് അവൾ പറയുന്നത് രാത്രി അവളൊന്നും അറിഞ്ഞില്ല, അവൾ അറിയാതെയാണ് ഭർത്താവിനെ കയറി കുത്തിയത് എന്നാണ്. പിന്നീട് ജൊനാഥൻ എന്താ ചെയ്തതെന്ന് അറിയോ? ഈ വീഡിയോ എടുത്തുകൊണ്ട് ഈ കേസ് ഹാൻഡിൽ ചെയ്യുന്ന പോലീസുകാരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, സാറേ ദാ കണ്ടോ, ഈ വീഡിയോ വലിയൊരു എവിഡൻസ് ആണ്. പോലീസുകാരൻ നോക്കുമ്പോ അവൾ എന്താ പറഞ്ഞത്? അവൾ അറിയില്ല, അവൾ അറിയാതെയാണ് അയാളെ, അതായത് ഹസ്ബൻഡിനെ കുത്തിയത് എന്നല്ലേ? അതല്ല സാറേ, ഞാൻ ആ ഒരു സെറം കൊടുത്തപ്പോ അവൾ അഭിനയിക്കുന്നത് കണ്ടോ? ഞാൻ കൊടുത്തത് വെറും വെള്ളാണ്. ആ വെള്ളം കുടിച്ച് മയങ്ങുന്നത് പോലെ, അതായത് എന്തോ ഒരു മരുന്ന് കുടിച്ചതുപോലെ അവൾ ആക്ട് ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് സാറേ. എന്തോ ഒന്നും അവൾ മറിക്കുന്നില്ലേ? ഇപ്പൊ ആ ഒരു പോലീസുകാരൻ പറയാണ്, എന്റെ പൊന്നു ജൊനാഥ, നീ ഇങ്ങനെ ഓരോ കളികൾ കളിക്കാൻ നിൽക്കല്ലേ. ഓൾറെഡി പ്രൂവ് ആയതാണ് എമിലിക്ക് എന്തൊക്കെയോ അസുഖം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് വെറുതെ മെനക്കെടുത്താതെ സ്ഥലം വിട്ടേന്ന് പറയാണ്. ഡോക്ടർ ജൊനാഥൻ പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ ഒരു സീനിയർ ആയിട്ടുള്ള ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ്. എന്താണ് ഇതിനൊരു പരിഹാരം, എങ്ങനെ അവളുടെ ആ ഒരു കള്ളത്തരം പുറത്തു കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ ഈ ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോ ജൊനാഥനോട് ആ ഒരു ഡോക്ടർ പറയാണ്, എടാ നീ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കല്ലേ, പ്ലീസ് വിട്ടുകള. അതായത് എല്ലാവരും ജൊനാഥനോട് ഇങ്ങനെയാ പറയുന്നത്. ആരും അവന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ചില ട്രിക്കുകൾ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് നേരെ എമിലിയുടെ അടുത്തേക്ക് ജൊനാഥൻ പോവാണ്. പോകുന്നതിന് മുന്നേ ആരൊക്കെയാണ് അവളെ കാണാൻ പോകുന്നത് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ആ നേരത്താണ് ആ ലിസ്റ്റ് ജൊനാഥൻ അറിയാതെ ശ്രദ്ധിച്ചു പോകുന്നത്. അതായത് എമിലി പറഞ്ഞത് അവളെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് ആരും വരുന്നില്ല എന്നാണ്. എന്നാൽ ആ ലിസ്റ്റിൽ ഒരാളുടെ പേരുണ്ടായിരുന്നു, ഡോക്ടർ വിക്ടോറിയ, എമിലിയുടെ ആദ്യത്തെ ഡോക്ടർ. ഇതെന്തിനാണ്, അവരെന്തിനാ കാണാൻ വരുന്നത്? സോ അതുകൊണ്ട് തന്നെ ഡോക്ടർ വിക്ടോറിയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് നേരിട്ട് പോവാണ്. പിന്നീട് ജോലിക്കായിട്ട് പുറത്തേക്ക് വന്ന ഡോക്ടർ വിക്ടോറിയ ജൊനാഥനെ കണ്ടപാട് തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താണ് ജൊനാഥൻ ഇവിടേക്കൊക്കെ വന്നേ? അതുപോലെ തന്നെ നീ ആ എമിലിയുടെ അടുത്തേക്ക് പോയിട്ട് എന്തൊക്കെയോ സെറം കൊടുത്തു അവളെ പുതുതായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടു. അതിന്റെ ഒന്നും ആവശ്യമില്ലാത്തോ? ഓൾറെഡി കോർട്ട് ഒരു കാര്യം പറഞ്ഞതാണ്, അവൾക്ക് ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്, ഇനി പുതിയ ട്രീറ്റ്മെന്റുകളൊന്നും ആവശ്യമില്ല, അവളെ ഒന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മതി. എന്നാൽ ജൊനാഥൻ പറയുന്നത്, അതൊന്നുമല്ല, ഞാൻ എന്റേതായ ആ ഒരു മെത്തേഡിലൂടെ അവളെ ഞാനൊന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്, പുതിയൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതും പറഞ്ഞ് ജൊനാഥൻ പോവാണ്. എന്നാൽ ഇത് കേട്ട സമയത്ത് വിക്ടോറിയയുടെ മുഖക്കാകെ മാറുന്നുണ്ട്. അവള് പിന്നെ എന്താ ചെയ്ത് നേരെ അവളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് കുറച്ച് ഫോട്ടോസ് അവൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് എന്താന്ന് നോക്കുകയാണെങ്കിൽ എമിലി തീരെ വയ്യാതെ വന്നപ്പോൾ നമ്മുടെ ഡോക്ടർ ജൊനാഥനെയും കൂട്ടി ഒരു ഹോട്ടലിലേക്ക് ചെന്നിട്ട് സംസാരിച്ചായിരുന്നല്ലോ. ആ നേരത്ത് ഈ എമിലി അവളുടെ കാലെല്ലാം എടുത്ത് പൊക്കി വെച്ച് അവളുടെ ഈ കാലിന്റെ ഭാഗമൊക്കെ കുറച്ച് കൂടുതലായിട്ട് എക്സ്പോസ് ആക്കി ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ ആരോ ഒരാൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണിപ്പോ ഈ വിക്ടോറിയയുടെ കയ്യിലുള്ളത്. അതിന്റെ കൂടെ തന്നെ കുറച്ച് ന്യൂഡായിട്ടുള്ള എമിലിയുടെ വേറെയും ഫോട്ടോ എടുത്തുകൊണ്ട് ഇതെല്ലാം ഒരു കൊറിയർ ആക്കി നേരെ ജൊനാഥന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. അവളുടെ കയ്യിൽ ആ ഒരു സാധനം കിട്ടിയ പാട് അവൾ ആ അലമ്പാക്കുകയാണ് കേട്ടോ. അതായത് നിങ്ങൾ ഇങ്ങനെ പേഷ്യന്റിനോട് ചെയ്യുന്നുണ്ടെങ്കിൽ 2 വർഷം മുന്നേ നടന്ന ആ ഒരു കോളേജ് സ്റ്റുഡന്റിന്റെ കാര്യത്തിൽ അതും സത്യമായിരിക്കുമല്ലോ. എന്നാൽ ജൊനാഥൻ പരമാവധി ഭാര്യയോട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവള് കേൾക്കുന്നില്ല. എനിക്കിനി നിങ്ങൾ വിശ്വാസമില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവള് പോവാണ്. ഇതേ നേരം തന്നെ ഡോക്ടർ വിക്ടോറിയ ജൊനാഥനെ വിളിക്കുകയാണ്. ജൊനാഥ, ഞാൻ ഇപ്പൊ തന്നത് വെറും ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്.
പറയാണ് നമുക്കൊരു ഡീലിലേക്ക് എത്താം, എന്തായാലും ഒരു കോഫി ഷോപ്പിലേക്ക് വാ, എവിടെയാ സ്ഥലം എന്ന് ഞാൻ പറയാം, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാന്ന് പറയണം. അങ്ങനെ ഡോക്ടർ ജൊനാഥൻ വിക്ടോറിയ പറഞ്ഞതുപോലെ ഒരു കോഫി ഷോപ്പിലേക്ക് വരുന്നുണ്ട്. ജൊനാഥനോട് വിക്ടോറിയ പറയുന്ന കാര്യം, നീ ഒരു സംഭവത്തിന്റെ പിന്നാലെ, അതായത് എമിലിയുടെ പിന്നാലെ നടക്കുന്ന ആ ഒരു പരിപാടി അതൊന്ന് നിർത്തിയേക്ക്. ഇപ്പൊ നിന്റെ ഭാര്യയ്ക്ക് മാത്രമേ ഞാൻ ഒരു ഫോട്ടോ അയച്ചിട്ടുള്ളൂ, ഇനി ഞാനിത് പത്രത്തിലേക്ക് മീഡിയയിലേക്ക് അയക്കും. അതോടുകൂടി പേഷ്യന്റിന്റെ കൂടെ റിലേഷൻ വെച്ച ഡോക്ടർ എന്ന പേരിൽ നിന്റെ മെഡിക്കൽ ലൈസൻസ് വരെ ക്യാൻസൽ ആവും, നിന്റെ പ്രൊഫഷൻ തന്നെ ഇല്ലാതാവും. ഇത് കേട്ട് ഡോക്ടർ ജൊനാഥൻ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് എഴുന്നേറ്റ് വിക്ടോറിയയോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഡോക്ടർ വിക്ടോറിയ, എമിലി എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നീ ഉണ്ടാക്കി വെച്ച ആ ഒരു കാശുണ്ടല്ലോ, അതെടുത്ത് പറ്റുവാണെങ്കിൽ വേഗം രക്ഷപ്പെട്ടു എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ വിക്ടോറിയ ആകെ അങ്ങോട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതും പറഞ്ഞ് ഡോക്ടർ ജൊനാഥൻ വളരെ കൂളായിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ അവന്റെ പിറകാലം വന്ന ഡോക്ടർ വിക്ടോറിയ പറയുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം നീ നുണ പറയാ, എമിലി നിന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പൊന്നു ഡോക്ടറെ, ഞങ്ങൾ വെറുതെ വിട്ടേക്ക്, ഞങ്ങളുടെ പിന്നാലെ വരല്ലേ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോയിക്കോളാം, ദയവ് ചെയ്ത് എന്റെയും എമിലിയുടെയും പിന്നാലെ വരല്ലേ എന്ന് ഇപ്പൊ ജൊനാഥനോട് വിക്ടോറിയ പറയാണ്. ജൊനാഥനും ഇത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. അതായത് ഡോക്ടർ വിക്ടോറിയ, എമിലി രണ്ടുപേരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്യാണോ എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ജൊനാഥിന് വേണമായിരുന്നു. ആ കൺഫർമേഷൻ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. അതായത് വിക്ടോറിയ, എമിലി രണ്ടുപേരും ഡോക്ടർ ജൊനാഥിനെ ട്രാപ്പിലാക്കിയതാണ്. പക്ഷേ ഇതൊന്നും തെളിയിക്കാൻ യാതൊരു തെളിവും ജൊനാഥിന്റെ കയ്യിലില്ല. ഇനി തെളിവുകളാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ജൊനാഥൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. എമിലിയുടെ ആ ഒരു കേസ് ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ എഴുതുകയാണ്, ഒരു കാരണവശാലും ആരും എമിലിയെ വിളിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ആരും എമിലിയെ കാണാൻ പാടില്ല, അവളുടെ കണ്ടീഷൻ കുറച്ച് മോശമായി നിൽക്കുന്ന അവസ്ഥയാണ്, അവൾ ഒരിക്കലും പുറത്തേക്ക് വിടാനും പാടില്ല. അതുപോലെ തന്നെ എമിലിയെ കൊണ്ടുപോയിട്ട് ചില കാഴ്ചകൾ ആ ഹോസ്പിറ്റലിൽ ചില വയലന്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഷോക്ക് കൊടുക്കുന്ന ആ ഒരു കാഴ്ചകളൊക്കെ അവളെ നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് എമിലി ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. എമിലി, ഇത് കണ്ടോ, സിറ്റുവേഷൻ കൂടുതൽ വഷളാവുകയാണെങ്കിൽ ഇതുപോലെ പേഷ്യൻസിന് ഷോക്ക് കൊടുക്കാനുള്ള പെർമിഷൻ കോടതി തരുന്നുണ്ട്. ഓർമ്മകൾ ഇല്ലാത്തൊരു പേഷ്യന്റിന് ഇതുപോലെ ഷോക്ക് കൊടുത്താൽ അദ്ദേഹത്തിന് ഓർമ്മ തിരിച്ചു കിട്ടും. ഇനിയിപ്പോ ഓർമ്മ ഉണ്ടായിട്ടും അഭിനയിക്കുന്ന ആ ആൾക്ക് ഷോക്ക് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഉള്ള കാര്യം മുഴുവനായിട്ട് മറന്നു പോകും കേട്ടോ. അപ്പൊ ഇതിങ്ങനെ കേട്ടപ്പോൾ എമിലിക്ക് ആകെ പേടിയാവുന്നുണ്ട്. അതുപോലെ തന്നെ ജൊനാഥന്റെ ഫോണിലേക്ക് വിക്ടോറിയ ഒരു മെസ്സേജ് അയച്ചായിരുന്നു. അതിന്റെ ചെറിയൊരു പോർഷൻ എടുത്ത്, ഞാൻ അയച്ച കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ, ഇനിയെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു എന്നുള്ള ആ ഒരു വോയിസിന്റെ ഭാഗം മാത്രം എടുത്ത് എമിലിയെ ജൊനാഥൻ കേൾപ്പിക്കുകയാണ്. അതായത്, എമിലി, നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട്, വിക്ടോറിയയും നീയും കൂടിയിട്ട് ഉണ്ടാക്കിയ പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ ലക്ഷ്യം ഒബ്ലിക്സ്ക എന്ന ആ ഒരു കമ്പനിയുടെ ഷെയർ വാല്യൂ ഭയങ്കരമായിട്ട് ഒരുപാട് ബാഡ് ന്യൂസ് ഉണ്ടാക്കിയിട്ട് താത്തണമായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ കോമ്പറ്റീറ്റർ കമ്പനിയിലേക്ക് നിങ്ങൾ ഒരുപാട് കാശ് ഇൻവെസ്റ്റും ചെയ്തു. അതിലൂടെ ആ കമ്പനി ഈ ന്യൂസിൽ ഭയങ്കരമായിട്ട് വളരുകയും ചെയ്തു. ഒബ്ലിസ്ക എന്ന കമ്പനി ഭയങ്കരമായിട്ട് താവുകയും ചെയ്തു. അതിലൂടെ നിങ്ങൾ നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ ആ ഒരു കാശ് അതിനെന്തിനാ 2 ഷെയർ എന്നാണ് ഡോക്ടർ വിക്ടോറിയ ഇപ്പൊ വിചാരിക്കുന്നത്. നിന്നെ നൈസായിട്ട് ഒഴിവാക്കാനാണ് അവളുടെ പദ്ധതി. എന്തായാലും ഞാൻ അവളുടെ കൂടെയാണ്, എനിക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യത്തിനെ ഞാൻ നിൽക്കുള്ളൂ. ഇതും പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോവാണ് കേട്ടോ. ഇതിനുശേഷം എമിലി ആകെ പേടിച്ചു പോയിട്ടുണ്ട്. കാരണം ഈ ഹോസ്പിറ്റലിൽ ഒരു ജയിലിൽ കിടക്കുന്ന പോലെ ട്രാപ്പായി കിടക്കുകയാണ്. വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് ഡോക്ടർ വിക്ടോറിയെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഓൾറെഡി ജൊനാഥൻ പറഞ്ഞിട്ടുണ്ട് എമിലിക്ക് ആര് ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും അവളെ വിളിച്ചാലോ കൊടുക്കരുത് എന്ന്. അപ്പൊ അവള് വീണ്ടും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ഫോൺ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആവുകയാണ്. സോ അതോടുകൂടിയിട്ട് ഗാർഡ്സ് എല്ലാം വന്ന് അവളെ പിടിച്ചു വെക്കുകയാണ്. ഒരു ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്ത് മയക്കുന്നുണ്ട്. അതായത് പതിയെ എമിലിയുടെ ആ ഒരു കൺട്രോൾ അവളുടെ കയ്യിൽ നിന്ന് പോവാണ്. അതുപോലെ തന്നെ ഈ ഡോക്ടർ വിക്ടോറിയ അവളെ കാണാനായിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അതിനുള്ള പെർമിഷൻ വിക്ടോറിയക്ക് കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ ഡോക്ടർ ജൊനാഥൻ പുറത്തേക്ക് പോയിട്ട് ഡോക്ടർ വിക്ടോറിയയുടെ ഷോൾഡറിൽ കൈവച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ടെങ്കിലും സംസാരിക്കുന്ന കാര്യം, വിക്ടോറിയ നീ പെട്ടുകഴിഞ്ഞു, എമിലി എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നിങ്ങനെ ഡോക്ടർ വിക്ടോറിയ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവളുടെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, മുകളിൽ നിന്നും എമിലിക്ക് ഈ കാര്യം നേരിട്ട് കാണാൻ കഴിയും. അവളുടെ ആ ഒരു ജനാലയിലൂടെ നോക്കുമ്പോൾ അവള് കാണുന്ന കാഴ്ച എന്താണ്, ജൊനാഥൻ വിക്ടോറിയുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത്. അത് തന്നെയായിരുന്നു ജൊനാഥനും വേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ ജൊനാഥൻ മറ്റൊരു കാര്യം ചെയ്യാണ്. ഇതുപോലുള്ള ഈ ഡിപ്രസ് ആയിട്ടുള്ള ആൻസൈറ്റി ആയിട്ടുള്ള പേഷ്യന്റ് അവർ കുറച്ച് നോർമൽ ആയിട്ട് വരുന്നുണ്ട് എന്നതിന് വേണ്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അത് അവർ തന്നെ സ്വയം ഫില്ല് ചെയ്യണം. എന്നാൽ അങ്ങനെയുള്ള എമിലിയുടെ ആ ഒരു ടെസ്റ്റ് പേപ്പർ ഫില്ല് ചെയ്യുന്നത് ജൊനാഥൻ തന്നെയാണ്. വളരെ മോശമായിട്ടാണ്. അസുഖം ഒട്ടും മാറാത്ത ഒരു പേഷ്യന്റിനെ പോലെ അവൻ ആ ഒരു പേപ്പർ ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് കയ്യിൽ വെക്കുകയാണ്. പിന്നീട് കുറച്ച് ടാബ്ലറ്റ് എടുത്തുകൊണ്ട് ജൊനാഥൻ നേരെ എമിലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവളോട് അത് കഴിക്കാൻ പറയുന്നുണ്ട്. ഡോക്ടർ കഴിക്കാൻ പറഞ്ഞാൽ നിർബന്ധമായിട്ടും എമിലി കഴിക്കണം, എന്നാൽ മാത്രമേ ഈ ആശുപത്രി വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് അവൾക്ക് പറ്റുള്ളൂ. ഇതേ നേരം തന്നെ എമിലി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ജൊനാഥൻ, ഈ മരുന്ന് എന്തായാലും ഞാൻ കഴിക്കേണ്ട ആവശ്യമില്ല, ഇത് കഴിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യോ, അതിന് പകരമായിട്ട് എല്ലാ സത്യങ്ങളും ഞാൻ പറയാം. ഇപ്പൊ വളരെ കൂളായിട്ട് തന്നെ ജൊനാഥൻ അവിടെ ഇരിക്കുകയാണ്. എന്നാ പറ. അങ്ങനെ എമിലി ഓരോ സത്യങ്ങളായിട്ട് പറയാൻ തുടങ്ങുകയാണ്. ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഒന്നുമില്ലാത്ത ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു അവള് ജോലി ചെയ്തിരുന്നത് ഒരു ബാറിലായിരുന്നു. അവിടെ വെച്ചാണ് മാർട്ടിനെ ആദ്യമായിട്ട് കാണുന്നത്. അവനോട് പ്രണയം കൊണ്ടൊന്നുമല്ല എമിലി അവനെ വിവാഹം കഴിച്ചത്. എമിലിക്ക് ഈ മാർട്ടിന്റെ പണത്തിനോടായിരുന്നു ഇഷ്ടം. എന്തായാലും അവരുടെ വിവാഹം കഴിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ എമിലി അവന്റെ ആ ഒരു കാശ് കൊണ്ട് നല്ല ലക്ഷറിയസ് ആയിട്ട് തന്നെ ജീവിക്കുകയാണ്. ഇതിനിടയിലാണ് മാർട്ടിൻ അറസ്റ്റിലാവുന്നതും അവരുടെ ആ ഒരു സ്വത്തുകൾ മുഴുവനായിട്ടും കണ്ടുകെട്ടുന്നതും. ഒന്നുമില്ലാത്തവളെ പോലെ എമിലി പഴയതുപോലെ തന്നെ ആകെ
ആകുന്നതും. സോ ഇതെല്ലാം കാരണം ആ ഒരു സമയത്ത് എമിലിക്ക് ഡിപ്രഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. അന്ന് എമിലി കാണാൻ പോയ ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ വിക്ടോറിയ. ഈ ഡോക്ടർ വിക്ടോറിയയുമായിട്ട് എമിലി പയ്യെ അടുക്കാൻ തുടങ്ങിയാട്ടോ. അതുപോലെ തന്നെ വിക്ടോറിയയ്ക്ക് അവരുടെ ഹസ്ബൻഡുമായിട്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും പതിയെ അടുക്കാൻ തുടങ്ങി. ഏത് രീതിയിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും. കാരണം രണ്ടുപേരും ഒരുതരം ലെസ്ബിയൻ റിലേഷനോട് താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പൊ ആ രീതിയിൽ അവരുടെ ആ ഒരു ബന്ധം മുന്നോട്ടേക്ക് പോയി. അതുപോലെ തന്നെ എമിലിയുടെ ഹസ്ബൻഡ് മാർട്ടിൻ എപ്പോഴും ഷെയർ മാർക്കറ്റിൽ ഓരോ പരിപാടി ചെയ്യുന്നതാണല്ലോ. സോ അതുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പ് ചെയ്യാമെന്ന് എമിലി ഇപ്പോൾ ഡോക്ടർ വിക്ടോറിയോട് പറയണം. കാരണം രണ്ടുപേർക്കും മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ല കാശ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വലിയ വിലയൊന്നും ഇല്ലാത്ത ഈ ഒരു അബ്ലിസ്ക എന്ന് പറഞ്ഞ കമ്പനിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ ഷെയറുകൾ ഇവർ വാങ്ങിച്ചു കൂട്ടുകയാണ് ചെറിയ വില കൊടുത്തിട്ട്. എന്നിട്ട് എന്താക്കി, ഈ അബ്ലിസ്ക എന്ന കമ്പനിയുടെ ഒരു മരുന്നിന് ഭയങ്കര നെഗറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ ന്യൂസ് വരാനായിട്ടുള്ള പ്ലാനുകൾ ഇവർ ഉണ്ടാക്കാൻ തുടങ്ങി. അതിന്റെ ആദ്യ ഭാഗം എന്നോണം നമ്മുടെ എമിലിക്ക് ഭയങ്കര ഡിപ്രഷനാണ് എന്ന് പബ്ലിക്കിന് വരുത്തി തീർക്കണം. അതിനായിട്ട് അവളുടെ ബോസിനോട് എപ്പോഴും അവൾ ഇല്ലാ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഡിപ്രഷനാണ്, അതാണ് ഇതാണ്. മാത്രമല്ല 2 സാക്ഷികളെയും അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ആ ഒരു കാർ പാർക്കിങ്ങിലെ സെക്യൂരിറ്റി ഗാർഡ്, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ആ ഒരു പോലീസുകാരൻ. ആകെ കൂടി അവൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്ന് പറയാനായിട്ട് 3 സാക്ഷികൾ ഓൾറെഡി ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടർ ജൊനാഥൻ അവളുടെ ഡിപ്രഷന് വേണ്ടി ആദ്യം കൊടുത്ത മരുന്നുകളൊന്നും എമിലി കഴിച്ചായിരുന്നില്ല. രണ്ടാമത് കൊടുത്ത അബ്ലിസ്കയുടെ മരുന്ന് മാത്രമാണ് അവൾ കഴിച്ചത്. സത്യം പറഞ്ഞാൽ ആ മരുന്നിന് വലിയ നെഗറ്റീവ് ഒന്നുമില്ല, ഒരു നല്ല മെഡിസിൻ ആയിരുന്നു. പക്ഷെ അതിനെതിരായിട്ട് ഒരു ബാഡ് ന്യൂസ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അതിനുവേണ്ടി എമിലി എന്ത് ചെയ്തു, അവളുടെ ഹസ്ബൻഡിനെ, അതായത് മാർട്ടിനെ മനഃപൂർവ്വം തന്നെ കൊന്നുകളയാണ്. അല്ലാതെ ബോധമില്ലായ്മയിലൊന്നും ചെയ്തതല്ല അത്. ആ ഒരു കാര്യം നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. മാർട്ടിന് എമിലിയോട് ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു. എന്നാൽ എമിലിക്ക് അവനോട് അങ്ങനെ ആയിരുന്നില്ല. പാവം മനുഷ്യൻ. എന്തായാലും അവളുടെ ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാർട്ടിനെ കൊന്നുകളഞ്ഞു. അതുപോലെ തന്നെ അടുത്തതായിട്ട് അവർ പിടിച്ചത് ഡോക്ടർ ജൊനാഥിനെയാണ്. കാരണം ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു ഡോക്ടറെ കൂടെ ആവശ്യമാണ്. അപ്പൊ അതിന്റെ പല ഘട്ടത്തിലായിട്ട് ഈ എമിലിയും ഡോക്ടർ ജൊനാഥനും സംസാരിക്കുന്ന പല ഫോട്ടോസും എടുത്തത് തന്നെ ഈ ഡോക്ടർ വിക്ടോറിയയാണ്. അങ്ങനെ പ്ലാൻ എല്ലാം നല്ല രീതിയിൽ എക്സിക്യൂട്ടായി. ഇവർ വിചാരിച്ചതുപോലെ തന്നെ അബ്ലിസ്ക എന്ന കമ്പനിയുടെ ഷെയർ വളരെയധികം താന്ന് മറ്റേ കമ്പനിയുടെ ഷെയർ ഭയങ്കരമായിട്ട് കൂടി ഇവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി, അതിലൂടെ കാശും ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന്റെ പിന്നാലെ ഇതിന്റെ രഹസ്യങ്ങളെല്ലാം തേടി ഒരാൾ വരും എന്നുള്ള കാര്യം എമിലിയും വിക്ടോറിയയും വിചാരിച്ചില്ല. അതായത് ഡോക്ടർ ജൊനാഥനെ ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ജൊനാഥന് യാതൊന്നും അറിയില്ലായിരുന്നു. അവന്റെ ക്രൂക്കഡായിട്ടുള്ള സൂത്രപരമായിട്ടുള്ള ഒരു ഇടപെടൽ കാരണം രണ്ടുപേരുടെ ഉള്ളിൽ നിന്നും പതിയെ രഹസ്യങ്ങൾ അവന് പുറത്തേക്ക് എടുക്കാൻ പറ്റി. അത് തന്നെയായിരുന്നു ഡോക്ടർ ജൊനാഥിന്റെ വിജയം. അതുപോലെ തന്നെ ഡോക്ടർ ജൊനാഥൻ എമിലിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്നെ തന്നെ എന്തിനാണ് സെലക്ട് ചെയ്തത്? ഇപ്പൊ എമിലി പറയണ, സത്യം പറഞ്ഞാൽ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തേ ഉള്ളൂ. ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്റെ അടുത്തേക്ക് ആദ്യം വരുന്ന ഒരു ഡോക്ടർ, അങ്ങനെ ഒരു ഡോക്ടറെ സെലക്ട് ചെയ്യാം എന്നായിരുന്നു എന്റെയും വിക്ടോറിയയുടെയും പദ്ധതി. ആദ്യമായിട്ട് വന്നത് ഡോക്ടർ ജൊനാഥൻ നിങ്ങളായിരുന്നു, അല്ലാതെ നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നതെന്നല്ല. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നിന്ന് ചെയ്തിട്ട് എന്തിനാണ് വിക്ടോറിയ എന്നെ ചതിക്കുന്നതെന്ന് എമിലി ഇങ്ങനെ ജൊനാഥനോട് ചോദിക്കുമ്പോൾ ജൊനാഥൻ പറയണത്, എടോ നീ കാശിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊന്നു. ഇപ്പൊ ഡോക്ടർ വിക്ടോറിയക്ക് ആ ഒരു കാശ് മുഴുവൻ വേണമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് നിന്നെ പെടുത്താന്ന് അവള് വിചാരിക്കുകയാണ്. ഇപ്പൊ എമിലി പറയാണ്, ഡോക്ടറെ അവൾ അങ്ങനെ ഒറ്റയ്ക്ക് ആ ഒരു കാശ് കൊണ്ട് സൂഹിക്കേണ്ട, എന്നെ മാപ്പുസാക്ഷിയാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാം കോർട്ടിൽ വന്നിട്ട് തുറന്നു പറയാന്ന് പറയാണ്. ഡോക്ടർ ജൊനാഥനും ഇത് തന്നെയായിരുന്നു വേണ്ടത്. അടുത്ത സീനിൽ കോർട്ടിൽ കാണിക്കുകയാണ്, അതായത് കോടതിയിൽ. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കോർട്ടിൽ വന്നിട്ട് എമിലി എല്ലാ കാര്യങ്ങളൊന്നും തുറന്ന് പറയുന്നില്ല. അവള് ഇപ്പൊ ഭേദമായി, പണ്ടത്തെ പോലെ ഡിപ്രഷൻ ഒന്നും ഇല്ലാന്നാണ് ഡോക്ടർ ജൊനാഥനും പറയുന്നത്. അതായത് അവളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് ജൊനാഥൻ ശ്രമിക്കുന്നത്. എന്നാൽ ഒരു കണ്ടീഷൻ ഡോക്ടർ ജൊനാഥൻ പറയുന്നുണ്ട്, എല്ലാ ദിവസവും അവൾ എന്റെ അടുത്തേക്ക് ഒരു കൗൺസിലിംഗിന് വരട്ടെ. അവൾ ഓക്കെ ആയി എന്ന് തോന്നുമ്പോൾ ആ ഒരു കൗൺസിലിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ തന്നെ കോടതിയോട് പറയാം. അങ്ങനെ ആ ഒരു കണ്ടീഷന്റെ പുറത്ത് കോടതി അവളെ ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പറയണം. അപ്പൊ ആ ഒരു കോർട്ടിൽ ആരും ഉണ്ട്, നമ്മുടെ ഡോക്ടർ വിക്ടോറിയ ഉണ്ട്. ഇവിടെ നടക്കുന്ന കളികൾ എന്താണെന്ന് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും എമിലി പുറത്തേക്ക് വന്നല്ലോ, ഡോക്ടർ വിക്ടോറിയക്ക് അത് മതി. ഡോക്ടർ വിക്ടോറിയക്ക് സത്യം പറഞ്ഞാൽ എമിലിയോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എന്തായാലും എമിലി പുറത്തേക്ക് വന്നപ്പോൾ അവളെ കാണാനായിട്ട് വിക്ടോറിയ ചെല്ലുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സ്നേഹമായതുകൊണ്ട് തന്നെ അവളെ കെട്ടിപ്പിടിച്ച് അവളോട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എമിലി ചോദിക്കുന്നുണ്ട്, വിക്ടോറിയ ആ ഒരു കാശൊക്കെ എവിടെയുള്ളത്? വിക്ടോറിയ പറയണത്, നീ പേടിക്കൊന്നും വേണ്ട, നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള കാശ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 2 പ്രൈവറ്റ് അക്കൗണ്ടിൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു കാശ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയണം. ആ സമയത്താണ് എമിലിയുടെ പുറത്ത് എന്തോ ഒന്ന് തടയുന്നത്. വിക്ടോറിയ നോക്കുമ്പോൾ അതൊരു വയറായിരുന്നു. പിന്നീട് ആ ഒരു ജാക്കറ്റ് മാറി നോക്കുമ്പോൾ ഒരുപാട് മൈക്കുകൾ എമിലിയുടെ ദേഹത്തുണ്ടായിരുന്നു. അതായത് ഡോക്ടർ വിക്ടോറിയ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ അതുപോലെ റെക്കോർഡായി. അതുപോലെ തന്നെ വീടിന്റെ പുറത്ത് പോലീസുകാരും ഉണ്ടായിരുന്നു. എവിഡൻസ്, ഡോക്ടർ വിക്ടോറിയക്കെതിരായിട്ടുള്ള എവിഡൻസ് ആയിരുന്നു വേണ്ടത്. അത് അവളുടെ വായ കൊണ്ട് തന്നെ അവൾ പറഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡായി. അതുപോലെ തന്നെ ഡോക്ടർ വിക്ടോറിയ ഇപ്പൊ പൂർണ്ണമായിട്ടും പെടുകയാണ്. അവള് ചെയ്ത എല്ലാ കാര്യവും പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ശരിക്കും ഇതായിരുന്നു നമ്മുടെ ഡോക്ടർ ജൊനാഥന്റെയും എമിലിയുടെയും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഡീൽ എന്ന് പറയുന്നത്. അതായത് അവള് മാപ്പുസാക്ഷിയായി. ഇനിയിപ്പോ കാശ് കിട്ടിയിട്ടില്ലെങ്കിലും ജയിലിൽ പോയിട്ട് കിടക്കണ്ടല്ലോ. പക്ഷേ കോടതി പറഞ്ഞതുപോലെ ഡോക്ടർ ജൊനാഥനെ എപ്പോഴും എമിലി വന്നിട്ട് ഒരു മണിക്കൂറോളം കൗൺസിലിംഗ് കേട്ടിട്ട് അവള് പോകണം. അതെല്ലാ ദിവസവും ചെയ്യണം. ഇപ്പോൾ പബ്ലിക്കായിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ നോക്കുമ്പോഴാണ് എമിലിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ. എന്നാൽ ഡോക്ടർ ജൊനാഥനും എമിലിക്ക് നന്നായിട്ട് അറിയാം അവൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാന്ന്. അതുകൊണ്ട് തന്നെ എമിലി ഇപ്പോൾ കൗൺസിലിംഗിന് വന്നിട്ട് ഡോക്ടറോട് സംസാരിക്കുകയാണ്. ഡോക്ടറെ
ചുമ്മാ കുറച്ചു നേരം വന്നിട്ട് അങ്ങനെ ഡെയിലി പോയേ പോരെ, വേറെ വിഷയങ്ങളൊന്നുമില്ലല്ലോ. ഡോക്ടർ ജനാർദ്ദൻ പറയുന്നത് ആ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇതാ ഈ മരുന്ന് കൂടെ കഴിച്ചോന്ന് പറഞ്ഞിട്ട് കുറെ അധികം മരുന്നുകൾ അവൾക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എമിലി ആകെ ഞെട്ടിപ്പോണു. അല്ല ഡോക്ടറെ, എന്തിനാണ് എനിക്ക് മരുന്ന്? ആ മരുന്ന് നീ കഴിക്കണം എമിലി, അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം, അങ്ങനെയാണല്ലോ കോടതി പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ എമിലിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഡോക്ടറെ, നിങ്ങളപ്പ എന്നെ പെടുത്താൻ നോക്കുകയായിരുന്നല്ലേ? ഏയ് കൂടാവ്, നീ അവിടെ ഇരിക്കുക എമിലി എന്ന് ഡോക്ടർ ജൊനാഥൻ പറയാണ്. എന്നിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവൾ എഴുതി എന്ന രീതിയിലാക്കിയെടുത്ത ആ ഒരു പുസ്തകം ഉണ്ടല്ലോ, അതായത് ഇതുപോലുള്ള പേഷ്യന്റ് നോർമലായി എന്ന് പ്രൂവ് ചെയ്യുന്ന ആ ഒരു പുസ്തകം, അതെടുത്തിട്ട് ജൊനാഥൻ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, എമിലി ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് പക്കാ നെഗറ്റീവ് ആയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെങ്ങാനും ഞാൻ കോർട്ടിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ലൈഫിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ആകെ ദേഷ്യവും വാശിയും കയറി എമിലി ചാടി എഴുന്നേൽക്കാണ്. ഡോക്ടറെ, എനിക്കിട്ട് പണിയാൻ നോക്കിയാണ്ടല്ലോ, എനിക്കൊരു പ്രശ്നവുമില്ല, യാതൊരു മെന്റൽ പ്രോബ്ലവും ഇല്ല, ഡിപ്രഷനും ഇല്ല, ആൻസൈറ്റിയും ഇല്ല, ഒരു തേങ്ങാപ്പലിയും ഇല്ല. അത് ഞാൻ പ്രൂവ് ചെയ്താണെന്ന് പറഞ്ഞിട്ട് അവള് ഡോറ് തുറന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഡോക്ടർ ജൊനാഥൻ അവൻ പറയാണ്, ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്. വാതില് തുറന്ന് ഇപ്പൊ എമിലി പുറത്തേക്ക് ഇറങ്ങിയതും ദാ തൊട്ട് മുന്നിൽ തന്നെ മാർട്ടിന്റെ അമ്മ. അപ്പോ നീ എന്റെ മകനെ ചതിക്കുകയായിരുന്നല്ലേ, എന്റെ മകനെ കൊന്നിട്ടും അത് നിന്റെ തെറ്റല്ല എന്ന് വിശ്വസിച്ചവളാണ് ഞാൻ, ഒരമ്മയായിട്ട് കൂടെ ഞാൻ നിനക്ക് പുറത്തു തന്നു, ആ എന്നെയും കൂടെ നീ വഞ്ചിക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്ത് നോക്കി ഒരേറ്റ അടിയാണ്. കാരണം എന്ത് മാപ്പുസാക്ഷി ആയാലും അവള് ആ ചെയ്ത വലിയ തെറ്റുന്നു ഒരിക്കലും പുറത്ത് കിടക്കാൻ പറ്റില്ല. അവൾക്ക് ഒരു ഫിനാൻഷ്യൽ തട്ടിപ്പ് എന്നതിന് പുറമെ ആയിട്ട് അവളൊരു മർഡർ വരെ അതിനുവേണ്ടി ചെയ്തിരിക്കുകയാണ്. അപ്പൊ തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എമിലി അറസ്റ്റ് ചെയ്യാണ്. ഒരിക്കലും ഒരു കാരണവശാലും അവളെ ഒന്നും മാപ്പുസാക്ഷിയാകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പുറത്തു വരാം. പക്ഷെ അവളൊരു കൊലപാതകം ചെയ്തു കഴിഞ്ഞു, അതായത് നല്ല 8ന്റെ പണി പാലും വെള്ളത്തിൽ അങ്ങോട്ട് കാച്ചിക്കൊറിക്ക് കൊടുക്കുകയാണ് നമ്മുടെ ജനാർദ്ദൻ. എന്തായാലും ഗൂഢാലോചന ഇത് നടത്തിയ ഡോക്ടർ വിക്ടോറിയ അതുപോലെ തന്നെ എമി രണ്ടുപേരും ഇപ്പൊ ജയിലിലാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു കേട്ടോ, നമ്മുടെ ഡോക്ടർ ജൊനാഥന്റെ ആ ഒരു നിരപരാധിത്വം അത് പബ്ലിക്കിന് മനസ്സിലായി, കോടതിക്ക് മനസ്സിലായി. പിന്നീട് ആ ഒരു കാര്യമൊക്കെ ന്യൂസിലൂടെ വരുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ ലൈഫ് ഇതിലൂടെ തിരിച്ചു കിട്ടുകയാണ്. പഴയ പേഷ്യൻസ് എല്ലാം അതുപോലെ തന്നെ തിരിച്ചു വരാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കരിയർ നന്നായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഡോക്ടർ ജൊനാഥൻ എല്ലാവരും പറയുന്നത് കേട്ട് ഇതിൽ നിന്ന് പിന്മാറിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇതുപോലെ നല്ലൊരു ലൈഫ് തിരിച്ചു കിട്ടുമായിരുന്നോ? അദ്ദേഹം ഭയങ്കര ഒരു തോൽവിയായി മാറില്ലായിരുന്നോ? അതാണ് ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു വഴി എവിടെന്നെങ്കിലൊക്കെ കിട്ടുമെന്ന്. എന്തായാലും ഈ ഒരു കഥ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.